ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് ചീര ഇന്നലെ ഞാൻ വിളവ് എടുത്തിട്ടുണ്ട്. ആ ചീര പറിച്ചിട്ട് ഈ ഓട്ടിൻ്റെ അകത്തുനിന്ന് നമുക്കത് പറിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ആ വളം തന്നെ ഉണ്ട്, എന്നാലും കുറച്ച് വളവും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് പുതിയതായി നട്ടു കൊടുക്കാമല്ലോ. അതിനാണ് ഞാനിപ്പോൾ ഇതിലിപ്പോൾ കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇടുന്നുണ്ട്. കണ്ട, കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ആട്ടും വളം, ഇത് കണ്ടില്ലേ, ആട്ടിൻ്റെ പൊടി വളമായിട്ട് ആട്ടും വളം ഇത് ഇടുന്നുണ്ട് കുറച്ച്. പിന്നെ കണ്ടാ, ഇതേപോലെ കുറച്ച് ആട്ടും വളം ഇട്ടു. കുറച്ചേ ഉണ്ട് ആട്ടും വളം എല്ലാം. പിന്നെ ഇത് കുറച്ച് എല്ലുപൊടിയാണ്, കുറച്ച് എല്ലുപൊടി കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് നട്ടു കൊടുക്കാമല്ലോ. നല്ല വളവ് കിട്ടി. എനിക്ക് ഇത്രപ്പൊടിയിൽ ഓടുന്ന നട്ടില്ലെങ്കിലും നല്ലൊരു വളവ് കിട്ടി. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും നടാൻ എനിക്ക് ഇത് അത്രയൊന്നും ദിവസം ആയില്ല നട്ടിട്ട്. പിന്നെ അതുകൊണ്ട് ഇന്നും എനിക്ക് നടാൻ ഭയങ്കര താല്പര്യം. ഇവിടെ ഞാൻ വിചാരിച്ചാൽ ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ചു, വെയിലില്ലാതുകൊണ്ട്. എന്നാലും എനിക്ക് ആവശ്യത്തിന് മാത്രമുള്ള, അതിന് നട്ടേന് മാത്രമുള്ള വിളവെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയല്ലേ ദിവസമായിട്ടുള്ളൂ, നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതിപ്പോൾ എന്താ വേണ്ടിക്കുന്നത് വെച്ചാൽ കുറച്ച് ഈ പോട്ടി മിശ്രിതം കൂടി ഇതിലിടാം. കണ്ട, ആദ്യത്തേതാണ് ഉണ്ട്, എന്നാലും വളമെല്ലാം അടിയിലുണ്ട്. അത്ര വളമൊന്നും അളിയില്ല. ഞാൻ ആദ്യം ഇട്ട് വളമെല്ലാം ഉണ്ട്, എന്നാലും കുറേശ്ശെ ഈ പുതിയത് ഇട്ട് കൊടുക്കാം. അതിനാണ് കണ്ടില്ലേ, കുറേശ്ശെ അതിൻ്റെ അകത്ത് തന്നെ. ഇപ്പോൾ ഒരിക്കലും കൂടി നടുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ അതിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുവേന്. പക്ഷെ നമ്മൾ കൊടുക്കാഞ്ഞിട്ട് അവർക്ക് നന്നാവാൻ സൗകര്യം ഉണ്ടായിപ്പോണ്ട് ആഹാരം ഇല്ലാഞ്ഞിട്ടാണ് നന്നാവുമെന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുക, എന്നിട്ട് അവർ നന്നാണ്ട് അവർ നന്നാവുക. ഇത് ഇനിയിപ്പോൾ ഇതാ തൈ, ഇത് കളറ് കുറവാ കാണുന്നത്. അത് വെയിലില്ലാഞ്ഞിട്ടാന്നാ തോന്നുന്നു. അതേ കുരുവാന്ന് ഞാൻ നട്ടിനി. അവിടെ നട്ടേൻ്റെ ഇതെടുത്തിട്ടാണ് ഞാൻ നട്ടിനി. പക്ഷേങ്കിൽ അല്ല പാവിയത്, അതിൻ്റെ കുരു, അതിനെ പൊടിപ്പിച്ച കുരു, ഇവിടുന്ന് എടുത്ത കുരു എടുത്തിട്ടാണ് ഞാൻ നട്ടിനി. പക്ഷെ ഇതുണ്ട് പച്ചക്കളർ കാണുന്നത്, പിന്നെ ചുവപ്പ് ഉണ്ട്. പക്ഷെ ഇനി ചപ്പ് മാറുമെന്ന് പറയാൻ കഴിയില്ല. നട്ടു കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നട്ടു കൊടുക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കണ്ട, ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്ക്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടംപോലെ കടയിൽ നിന്ന് മേടിക്കാതെ ചീര ആയാലും നമുക്ക് എല്ലാ സാധനവും ഞാനിപ്പം കാണുന്നില്ലേ, എനിക്ക് ഒരു സാധനവും ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്നില്ല. ഇതേപോലെ നട്ടിട്ട് ഞാൻ തന്നെ സ്വന്തമായി അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മാത്രം ഞാൻ എല്ലാ കൃഷിയും ചെയ്തിട്ടാണ് ഞാൻ പിന്നെ കറി വെക്കുന്നത്. ഒരു സാധനത്തിന് ഞാൻ പുറത്തു പോകാറില്ല. ഇനിയിപ്പം പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ ആരല്ലോ പറഞ്ഞിട്ട് കാണിച്ച് തന്നെ വിളവെടുക്കുന്നത്. അതും വിളവെടുക്കാൻ കായ് വണ്ണം വെച്ച് തുടങ്ങി. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഞാൻ ഏതൊരു പണിയെടുക്കുന്നത് അതിൻ്റെ വിളവെടുക്കുന്നത് അടക്കം ഞാൻ കാണിക്കുന്നുണ്ട്. നടല് മാത്രമല്ല, നട്ട് വിളവെടുക്കുന്നത് അടക്കം ഞാൻ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ചെയ്യാനും എല്ലാവർക്കും ചെയ്യാനുള്ള, എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങളെ ഇത് കാണുമ്പോൾ നമുക്കും നടാൻ വേണ്ടി തോന്നുന്നു, നമുക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരും. നമുക്കൊരു ആവേശം വരുന്നുണ്ട്. എന്നിട്ട് ആരെല്ലോ നട്ടിട്ട് ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ കൃഷി കണ്ടിട്ട് ആരെല്ലോ ചെയ്തിട്ടുണ്ട്, നല്ലോണം നന്നായിട്ടുമുണ്ട്. ഓരോരാളും ചെയ്യുന്നത് നന്നായിട്ടുമുണ്ട്. ഓരോരാൾ എന്നോട് ചോദിക്കും എന്താന്ന് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കറിയുന്ന പോലെയല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അനുഭവത്തിൽ കൂടി വന്നത് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അവരെ പറ്റിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കൂല. ആയിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞു കൊടുക്കൂലൂ. എന്താ വെച്ചാൽ ഞാനൊരു കൃഷി ചെയ്യുന്നതാണ്, ഞാനൊരു വിളയെടുക്കുന്നതാണ്. അത് എനിക്ക് പിന്നെ അതിൻ്റെതായ ആ ഒരു മാന്യതയിൽ തന്നെ ഞാൻ എല്ലാവരോടും ഞാൻ പെരുമാറുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുമുണ്ട് എല്ലാം. അതുകൊണ്ട് എല്ലാവരും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ സഹായിച്ചു തരുകയും ചെയ്യും. നിങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടാവും. എന്നോട് പറഞ്ഞാൽ ഞാനത് കൂടെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെച്ചാലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അറിയാത്തതാണെങ്കിൽ ഇപ്പം പറഞ്ഞു തരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുക. ചീരകൃഷിയാണ് നമുക്ക് ഏറ്റവും വെച്ച് ലാഭം എന്ന് വെച്ചാൽ ഓരോരോ 2 ആഴ്ച എത്തുമ്പോഴേക്കും നമുക്ക് കറി വെച്ച് കൂട്ടാൻ പറ്റും ചീരകൃഷി നട്ടാൽ. നമുക്ക് അത്രയും പെട്ടെന്ന് വിളവെടുക്കുന്ന ഒരു സാധനമാണ് ചീര. പിന്നെ ബാക്കി എല്ലാ കൃഷിയും നല്ല കൃഷി തന്നെ, എല്ലാ കൃഷിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇരിക്കും നമ്മളെ ഗുണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എത്രാണ്ട് വളം കൊടുക്കുന്നുണ്ടോ അത്രാണ്ട് മാത്രമേ പിന്നെ നമുക്ക് വിളവ് കിട്ടൂലേ. പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞിനി അയ്യോ എനിക്ക് വിളവ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലപോലെ ഇത് കൊടുത്തേക്കണം, വളം കൊടുക്കണം. ഇനിയിപ്പോൾ 2 കൂടി വേണം. അത് ഞാൻ അവിടെ നിന്ന് പൊരിക്കട്ടെ.
കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി അത് ചെറുതായിപ്പോയി, വളർന്നതല്ല അത്രേ ഉള്ളുമായിരുന്നു. കണ്ടല്ലോ, ഇത് ഞാനിപ്പം അത്രേ ഉള്ളൂ വെച്ച് കുറച്ചേ പൊടിപ്പിച്ചത് അത്രേ തയ്യുള്ളൂ. അത് ഞാൻ ഇതിൽ നിറച്ച് നട്ടു. പിന്നെ ആടെ ഉണ്ട് നട്ടിട്ട് അതിനൊരു കുത്തു വന്നിട്ടുണ്ടേ, ആ ചീരക്ക് ഒരു കുത്തു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് നടാഞ്ഞതാണ്. തയ്യാടി ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് നട്ട് കഴിഞ്ഞാൽ ചീരക്ക് കുത്തു പോകുമോ നോക്കാൻ വേണ്ടി ഞാനൊരു മരുന്നാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പോയിട്ടുണ്ടെങ്കിൽ നടാ, ഇല്ലെങ്കിൽ ആടുന്ന് തന്നെ അതിനെ വെളിയിപ്പിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, കണ്ടില്ലേ? ഇതേപോലെ എല്ലാം നിങ്ങൾ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഭംഗിയിൽ നട്ട് വിളവെടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താ ഇതേപോലെ നട്ടിട്ട് വിളവെടുക്കുക. ശരിക്ക് ഉറപ്പിക്കാനാണ് ഞാൻ ഈ രണ്ടാമതും വാരി ഇടുന്നത് കേട്ടാ. നിങ്ങൾ വിചാരിക്കേണ്ട അതെന്താ ആദ്യം വാരി ഇടുന്നു, എന്നാൽ ശരിക്കതിന് മുങ്ങിക്കിടന്നാലേ അതിന് ഉറപ്പ് കിട്ടും. അല്ലെങ്കിൽ ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് പിന്നെ ചെരിഞ്ഞു പോയിന് കൂടുതലായാൽ പിന്നെ വണ്ണം വെക്കൽ കുറയും. അതുകൊണ്ട് നന്നാ ദൂരെ അടുപ്പിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ. കണ്ടില്ലേ? ഇതേപോലെ ദൂരെ നട്ട് കൊടുക്കുക. ഇങ്ങനെ നട്ട് നിങ്ങളും ഇതേപോലെ നട്ട് കൊടുക്കുക. നമുക്ക് സ്ഥലം ഒരുക്കി വേഗം ചീരേൻ്റെ വിളവെന്ന് വെച്ചാൽ നമുക്ക് വേഗം എടുക്കാൻ കഴിയും. ചീര വിളവ് അങ്ങനെയുണ്ട്, ബാക്കിയുള്ള പോലെയല്ല. ചീര ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ വളം കൊടുത്ത പോലെ അവർ ഉഷാറായിട്ട് വന്നോളും, പായാനും ഒരു പണിയും ഇല്ല. പക്ഷേ ബാക്കിയുള്ള വിളവ് പോലെയല്ല, ഇത് വേഗം പെട്ടെന്ന് നമുക്ക് പിന്നെ വിളവ് തരുന്ന ഒരു സാധനമാണ് ചീര. ഇതിപ്പം കണ്ടില്ലേ? ഇതേപോലെ ഇവിടെ അതിൽ ഒന്നിൽ നട്ടു, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നടുവേന്ന്. ഇനിയിപ്പം വേഗം ഒറ്റ പാച്ചിൽ പായും. ഇനി വെച്ചാൽ ആടുന്ന് ഇത്ര നാളും അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അങ്ങനെ അവർക്ക് ഓടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഈ ഓരോന്ന് ദൂരെയാകുമ്പോൾ അവരോടും. ഇത് കുറച്ച് മൂത്ത് പോയി ചീര, എന്നാലും ചീര കിട്ടും. ചീര കുറച്ച് വളർന്നു പോയി, അല്ല മൂപ്പത്തിപ്പോയി. പൊരിച്ചതാണ്ട് ഇപ്പോൾ ഒരു വിള എടുത്തില്ല, അതിൻ്റെ അതന്നെയാണ് ഈ വിളവ്. നോക്കാം ഇതിൽ കിട്ടുമല്ലോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. നല്ലോണം ലേശം കുറച്ച് സ്ലറി ഒഴിച്ച് കൊടുക്കുക, എന്നാൽ വേഗം ഉഷാറായിക്കോളും. സ്ലറി ഉണ്ടാക്കിയിട്ട് അതൊഴിച്ച് കൊടുക്കുക. ഇതിപ്പം കണ്ടല്ലോ, ഇതേപോലെ നട്ട് കൊടുക്കുക. ഇതിപ്പോൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ആവും. ഉണ്ടാവും ഓരോന്നിലും. മുമ്പേത്തെ അതിൽ കുറച്ച് പോട്ടി മിശ്രിതം മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. വേറെ ഇനി അഥവാ വേണ്ടി നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വേണ്ടിക്കൽ ഇട്ട് കൊടുക്കുക. ആദ്യം വളയിൽ ഇട്ട് കൊടുത്താൽ തോലും വളയിൽ ഇട്ടിട്ട് നട്ടതാണ്. അത് സീമക്കൊന്നിയും പിന്നെ ചപ്പും കരിയിലും എല്ലാം ഇട്ടിട്ട് നട്ടതാണ്. അതുകൊണ്ടിപ്പം ഇനി അതിൻ്റെ വളം ആകുന്നില്ല, അതിൻ്റെ വളം പിടിക്കാനാകുന്നത്രയല്ലേ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ആകുന്നത്. അത് കാണുന്നില്ലേ? കണ്ടോ അത് എത്ര ക്ഷണ പായുന്നറിയാം. നമ്മൾ ഇന്നലെ കണ്ട അതായിരിക്കില്ല ഇന്നേക്ക്. അതാണ് ചീരേൻ്റെ ഗുണം. നമ്മൾ വേഗം ചീര ഇന്ന് കണ്ട ചീര ആയിരിക്കില്ല നാളെ കാണുമ്പോൾ. അതാണ് ഈ ചീരേൻ്റെ ഗുണം. വേഗം ഓടിക്കോളും. ഓട്ടാണ്. വളമുണ്ടെങ്കിൽ അവർ പായുന്ന ഭാഷ വളം വേഗം വളം വലിച്ചിട്ടെടുക്കും. വളം ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ചീരേൻ്റെ ഇത്. കണ്ടില്ലേ? ഇതേപോലെ കുറച്ചും കൂടി നട്ടു കൊടുത്താൽ നമുക്ക് വേഗം കറി വെക്കാനാകുമ്പോഴേക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇത് കറി വെക്കാം, നമുക്ക് പൊരിച്ചെടുക്കാം. അതാണ് ഞാനിപ്പോൾ ഇതും കൂടി നട്ടു കൊടുക്കുന്നത്. ഇത് പറിച്ച് കഴിഞ്ഞ പാടന്നെ അതിൽ നട്ടു കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഇടുന്നത്. ഇതിൻ്റെ അടിയിലത്തെ വളമൊന്നും അളിയില്ല, എന്നാലും ഇനി അത് നട്ടിട്ട് കാണിച്ചു തരാം. നട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ നട്ട് കഴിഞ്ഞു. ഇപ്പം കണ്ടോ? ഒന്നും കണ്ടില്ലേ? ഇതാ ഇപ്പം നട്ട് കഴിഞ്ഞ് ഇനി ഇതാ കണ്ടോ?
ഇത് കഴിഞ്ഞ് നമുക്ക് വേഗം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഇത് വിളവെടുക്കാൻ കഴിയും. ഇതാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. അത് കണ്ട അത് കഴിഞ്ഞ ആഴ്ചത്തെ നട്ടതാണ്. അത് ഇപ്പോൾ കണ്ടില്ല, അത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അതും വലിയ വിളവെടുക്കാൻ കഴിയും. എനിക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ. നന്ദി, നമസ്കാരം.